വോട്ടെണ്ണലിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിച്ച തീരുമാനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ബംഗാളിൽ 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടങ്ങി. വോട്ടെണ്ണലിന് 2 ദിവസം മാത്രം ശേഷിക്കെ BJP തൃണമൂൽ വാക്പോര് രൂക്ഷമായി തുടരുകയാണ്. സ്ട്രോങ് റൂമിന് മുന്നിലെ പ്രതിഷേധം മമതയുടെ നാടകമെന്നാണ് BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പരിഹാസം. പല സ്ട്രോങ് റൂമുകളിലും CCTV പ്രവർത്തിക്കുന്നില്ലെന്നും ദൃശ്യങ്ങൾ വേണമെന്നും തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, അസാധാരണമായ സംഘർഷങ്ങളും പ്രതിസന്ധികളും ഒക്കെ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബംഗാളിൽ കഴിഞ്ഞത്. ഇപ്പോൾ പല സർവേകളും BJPക്ക് അനുകൂലമാണ്. അതുകൂടി മമതയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ രാഷ്ട്രീയ നാടകങ്ങൾ ബംഗാളിൽ എന്താണ്? രഞ്ജിത്ത്, ബംഗാളിൽ 15 റീപോളിംഗ് ആരംഭിച്ചു. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ 2 അസംബ്ലി മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടെ പോളിംഗ്. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന അസംബ്ലി മണ്ഡലങ്ങളാണിത്. ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിന് നേരെ ടേപ്പ് അടക്കമുള്ളവ ഒട്ടിച്ചിരുന്നു. അതിനെ തുടർന്നാണ് റീപോളിംഗ് ആവശ്യം ഉയർന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു. 15 ബൂത്തുകളിൽ റീപോളിംഗ് രാവിലെ 7 മണിയോടെ തന്നെ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനം മഗ്രത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും അതോടൊപ്പം തന്നെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇപ്പോൾ റീപോളിംഗ് പുരോഗമിക്കുന്നത്. ഡയമണ്ട് ഹാർബർ അഭിഷേക് ബാനർജിയുടെ തട്ടകമാണ്. അഭിഷേക് ബാനർജി ആ പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതും. ഈ റീപോളിംഗുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ BJPയുടെയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ റീപോളിംഗിനെ BJP സ്വാഗതം ചെയ്തു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ഈ റീപോളിംഗിനെ വിമർശിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഒരു കൗണ്ടിംഗ് ടേബിളിൽ ഒരു സൂപ്പർവൈസറും ഒരു അസിസ്റ്റന്റും കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആയിരിക്കണം എന്ന് ഏപ്രിൽ 13-നാണ് ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ആ ഘട്ടത്തിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കൽക്കട്ട ഹൈക്കോടതിയെയും സമീപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച കൽക്കട്ട ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ അപേക്ഷ തള്ളുകയാണ് കൽക്കട്ട ഹൈക്കോടതി ചെയ്തത്. തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ന് സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കേസിന്റെ വിധി നിർണായകമാണ്. ജസ്റ്റിസ് PS നരസിംഹ അതോടൊപ്പം തന്നെ ജോയ് മല്യ ബക്ചി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. തൃണമൂൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ മേൽനോട്ട ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു ആവശ്യമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ആ ആരോപണത്തിന് ബലം പകരുന്ന വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നതും.